ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം. കൊല്ലം കൊട്ടാരക്കരയിലാണ് അപകടമുണ്ടായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയം ഗവർണർ വാഹനത്തിലില്ലായിരുന്നു. അതിനിടെ ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, അപകട സമയത്ത് ഗവർണർ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കാനുണ്ടായ സാഹചര്യം? ഈ വിഷയത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഈ കൊട്ടാരക്കര MC റോഡ് ഈ ലോവർ കരിക്കത്ത് വെച്ച് അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ഈ ഗവർണറുടെ വാഹനം. എറണാകുളത്ത് നിന്നും ഗവർണറെ കൂട്ടിക്കൊണ്ട് വരുന്നതിനായാണ് വാഹനം പോയത്. അകമ്പടിയായി DSP സെക്യൂരിറ്റി വാഹനം ഉൾപ്പെടെ 2 സുരക്ഷാ വാഹനവും ഒപ്പമുണ്ടായിരുന്നു. ഈ സുരക്ഷാ വാഹനങ്ങൾക്ക് പിന്നാലെ പോയ മറ്റൊരു സ്വകാര്യ കാറാണ് ഈ ഗവർണറുടെ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ അപകടമുണ്ടായത്. അപകടത്തിൽ ഗവർണറുടെ വാഹനത്തിനും അതോടൊപ്പം തന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച ഈ സ്വകാര്യ കാറിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട സ്വകാര്യ കാർ ഡ്രൈവർ ഈ അപകടമുണ്ടായതിന് പിന്നാലെ ഈ അകമ്പടി വാഹനത്തിൽ പോയിരുന്ന സുരക്ഷാ ജീവനക്കാരെയാണ് ഇത്തരത്തിൽ അവിടെ വെച്ചൊരു തർക്കമുണ്ടാക്കുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന പോലീസിനെ, അതായത് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തയാള് എന്ന് പറയുന്നത് കൊട്ടാരക്കര സ്വദേശി തന്നെയായിട്ടുള്ള റിജു ജേക്കബ് ആണ്. എന്തായാലും ഈ റിജു ജേക്കബ് ആണ് അവിടെ ഈ അപകടമുണ്ടായ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതെന്നാണ് പരാതി ഉള്ളത്. എന്തായാലും ഗവർണർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ അപകടം ഉണ്ടായിരുന്ന സമയത്ത് കാരണം. റൈറ്റ്.